ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കാര്യം എന്താന്ന് പറയാനിയ? ചേച്ചി, ഏറെ നാളത്തെ എന്റെ അന്വേഷണം ഫലപ്രാപ്തിയിലേക്ക്. മനസ്സിലായോ? ഇപ്പൊ ചേച്ചിയുടെ അനിയൻ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ളൊരു മനുഷ്യനാ. പലതുമില്ലാതെ കൃഷ്ണയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ എന്റെ അമ്മയില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല. മോളെ, മോളെ. ഇല്ല മോളെ, നിന്നെ വിട്ട് അമ്മ ഒരിടത്ത് പോവില്ല. ഞാൻ പോവില്ല. എനിക്ക് ജീവനുള്ളത് വരെ ഈ അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മയ്ക്ക് സ്ഥാനങ്ങളൊന്നും വേണ്ട. നീ അച്ഛനൊപ്പം ജീവിക്കുന്നത് കണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിയാൽ മതി. നമുക്ക് ഒരിക്കലും പിരിയാനൊന്നും പറ്റില്ല അമ്മ. അങ്ങനെയാ ദൈവം നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്ന. ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ട് സാർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അല്ലേ? ഇല്ല. ഇതല്പം ഗാഢമായിട്ടുള്ള ബന്ധമാണല്ലോ. അനുവദിച്ചു കൊടുത്ത അപകടം ചെയ്യും. ഒരു കാര്യം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാ പിന്നെ ആര് പറയുന്നതും കേൾക്കുന്ന ശീലമില്ലല്ലോ അവന്. അവകാശം പറഞ്ഞു വരാവുന്നവരെ മുഴുവൻ നമ്മൾ ഒതുക്കി. അവരൊന്നും ഇനി സാറിന് മുന്നിൽ വരികയില്ല. പക്ഷേ മകളെ പോലെ കണ്ടു തുടങ്ങിയിട്ട് ഒടുവിലവൾ മകൾ തന്നെയാണ്, അവകാശിയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ അവനാ വിളിക്കുന്നത്. എടുക്കെടുക്ക. ഹലോ. ആ ചേച്ചി, ആരതി ഒഴിയാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചോളൂ. ഒരാളെ സ്വീകരിക്കാനുണ്ട്. ആരെ? ചേച്ചിക്കും ഏറെ സന്തോഷമാവുന്ന ഒരാളാ. ആളെ ചേച്ചി അവിടെ വരുമ്പോ കണ്ടാ മതി. നീ കാര്യം എന്താന്ന് പറയാനിയ? ചേച്ചി, ഏറെ നാളത്തെ എന്റെ അന്വേഷണം ഫലപ്രാപ്തിയിലേക്ക്. മനസ്സിലായോ? ഇപ്പൊ ചേച്ചിയുടെ അനിയൻ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ളൊരു മനുഷ്യനാ. ഞങ്ങളിപ്പോ എത്തും. ബാക്കിയെല്ലാം വന്നിട്ട്. എന്താ ഇത്രയും നാളത്തെ അലച്ചിലിന്റെ ഫലം കണ്ടെത്തി. ആരെയോ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞു. ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്നും പറഞ്ഞു. എന്താ ഈ കേക്കണേ? നമ്മുടെ കണക്കുകൂടലുകൾ മുഴുവൻ തെറ്റിച്ച് കളഞ്ഞല്ലോ ഈ സാറ്. ആരായിരിക്കും കൂടെ വരുന്നത്? ഒരിക്കലും ശാന്തിയും മകളും അവൻ സാധ്യതയില്ല. അവളെ നമ്മളിനി തേടാൻ സ്ഥലമില്ലല്ലോ. ശാന്തി ആയിരിക്കില്ല, ഇനി സിത്താര ആയിരിക്കൂ. സിത്താരയെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറ് പരിപൂർണമായി വിശ്വസിച്ചിട്ടുണ്ട്. സാറ് കാണാൻ ചെന്നപ്പോ സിത്താരയുടെ പെരുമാറ്റവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇനി അതെല്ലാം മറികടന്ന് അവര് തമ്മിൽ സംസാരിച്ചോ? സത്യങ്ങൾ ബോധ്യപ്പെട്ടോ? കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചോ? എനിക്കറിയില്ല മൂർത്തി. കൊണ്ടുവരുന്നത് ആരായാലും നമുക്ക് അപകടം, അതുറപ്പാ. പറ്റിപ്പോയ ചില അബദ്ധങ്ങൾ നമ്മളെ തിരിഞ്ഞു കടിക്കുക. എന്തായാലും കൂട്ടിക്കൊണ്ടുവരുന്നത് ആരെയാന്ന് നോക്കാം. ആരായാലും ഇവിടെ വാഴിക്കാനല്ല, കൊല്ലാനാ കൊണ്ടുവരുന്നത്. നമ്മുടെ കൈകൊണ്ട് കൊല്ലാൻ. ഓരോ മാരണങ്ങൾ ഒഴിവാക്കുമ്പോ പുതിയത് ഓരോന്ന് കടന്നു വരിക. സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല.
തങ്കം, അനിയൻ സാറിനോടെല്ലാം പറയുന്ന കൂട്ടത്തില് കൃഷ്ണയുടെ വിവാഹക്കാര്യം കൂടി പറയേണ്ടി വരില്ലേ? പറയാതെ പിന്നെ ഇത്രയും വലിയൊരു കാര്യം ഒരച്ഛനീന്ന് മറച്ചു വെക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ, ഇത് നിസ്സാരമായൊരു കാര്യമല്ലല്ലോ. പറയാതിരുന്ന ചതിക്കുന്നതിന് തുല്യോ? പിന്നെ പറയുന്നതിലും ഒരു കുഴപ്പമുണ്ട്. സിത്താര മാഡത്തിന്റെ മകൾ ഗാഥ ശ്രീനിവാസ സാറിന്റെ മകളായിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി കൃഷ്ണ താലുകെട്ട് നടത്തിയത് ശ്രീനിവാസ സാറ് ചിലപ്പോ ന്യായീകരിച്ചേക്കും. പക്ഷേ ഇവിടെ അതല്ലല്ലോ. ഗാഥയുടെ ജന്മവുമായി അനിയൻ സാറിന് ഒരു ബന്ധവുമില്ല. സിത്താര മാഡത്തിന് വേറൊരു ഭർത്താവ്, വേറൊരു കുഞ്ഞ്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് കൃഷ്ണയെ കൊണ്ട് നമ്മളിതെല്ലാം ചെയ്യിച്ചു എന്ന് സാർ അറിഞ്ഞാൽ സാർ അത് പൊറുക്കില്ല. അതുമാത്രമല്ല ഗോപാലേട്ടാ, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. വേറെന്താ പ്രശ്നം? അത് ചേച്ചി അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ സാറ് കുഞ്ഞിനെ ചേച്ചി ഏൽപ്പിച്ചത്. എന്നിട്ട് ചേച്ചി തന്നെ പിന്നീട് ഒരിക്കൽ അവളെ ഒരു കല്യാണ വസ്തുവായിട്ട് ഉപയോഗിച്ചു എന്നറിഞ്ഞ അനിയൻ സാറിന്റെ മറുപടി എന്തായിരിക്കും? അമ്മയ്ക്ക് ഓപ്പറേഷനുള്ള പണത്തിന് വേണ്ടി കൃഷ്ണ ചെയ്തതാണെന്ന് പറഞ്ഞാലും അതിന് കൂട്ടുനിന്നതിന്റെ പേരില് ചേച്ചിയെ ചീത്ത പറയില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഗോപാല? തൽക്കാലം ഇത്രയും നാള് കുറെ കാര്യം രഹസ്യമായി ഇരുന്നതുപോലെ ഇതും രഹസ്യമായി ഒരു ഭാഗത്തിരിക്കട്ടെ. കേട്ടോ കൃഷ്ണമോളെ, എത്ര വലിയ സാഹചര്യം ഉണ്ടായാലും ഇങ്ങനെ ഒരു വിവാഹം നവീനുമായി നടന്നിട്ടുണ്ടെന്ന് സാർ അറിയണ്ട. ഒന്നഴിയുമ്പോ ഒന്ന് മുറുകല്ലേ. ഈ ലോകത്ത് നമുക്ക് മാത്രമാണോ ഇങ്ങനെ? പുഴയോരം വീട്ടിലേക്ക് ചെല്ലുമ്പോ ആരതി ഒഴിഞ്ഞ് നിങ്ങളെയൊക്കെ സ്വീകരിക്കണമെന്നാ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വേണം സാറേ. ഇതൊക്കെ വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ, വേറൊന്നും വേണ്ട. കൃഷ്ണ സാറിന്റെ മുമ്പിലേക്ക് വന്ന ആ വഴി മാത്രം നോക്കിയാ പോരെ, അത് ദൈവം വരച്ചാണെന്ന് തിരിച്ചറിയാൻ. അത് ശരിയാ സുനന്ദേ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഇങ്ങനെ ആളുകൾ കൂട്ടിമുട്ടാൻ ഒരു ചാൻസും ഇല്ല. എടോ ദുബായ്, ഈ രക്തബന്ധങ്ങൾ പരസ്പരം പിരിഞ്ഞു പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് നടന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ 10-30 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ തമ്മിൽ വീണ്ടും കൂട്ടിമുട്ടും. അന്നു മുതൽ ആ ബന്ധത്തിന് വേറൊരു നിറവായിരിക്കും, വേറൊരു സുഖമായിരിക്കും. സർ, ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞു മോളെ. ഞാനും അമ്മയും ഇവിടെ തന്നെ നിന്നോളാം. സാറിന് ഞങ്ങളെ കാണണം തോന്നുമ്പോ ഇങ്ങോട്ട് വന്ന് കാണാലോ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും വരാം. ഇതിപ്പോ ആരുടെ ബുദ്ധിയെ പ്രവർത്തിച്ചേ? കൃഷ്ണമോളുടെ ആണോ അതോ കൂടെ നിൽക്കുന്ന മറ്റാരുടെങ്കിലും ആണോ?